സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം. എല്ലാ സജ്ജനങ്ങൾക്കും വിനീത പ്രണാമം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 7-ാമത്തെ അധ്യായമായിട്ടുള്ള ജ്ഞാന വിജ്ഞാന യോഗത്തിലെ 5-ാമത്തെ ശ്ലോകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അവിടെ ഭഗവാൻ പറയുന്നു, എനിക്ക് 2 തരത്തിലുള്ള പ്രകൃതിയുണ്ട്. ഒന്ന് അപരാപ്രകൃതി, മറ്റേത് പരാപ്രകൃതി. ഈ പ്രകൃതി എന്ന ശബ്ദത്തിന് വേണമെങ്കിൽ രൂപമെന്നോ അവയവങ്ങളെന്നോ സ്വഭാവമെന്നോ ഒക്കെ എടുക്കാം. എന്തായാലും ശരി, 2 തരത്തിലുള്ള പ്രകൃതിയുണ്ട്. ആ 2 തരത്തിലുള്ള പ്രകൃതി എന്ന് പറയുമ്പോൾ ഒന്ന് അപരാപ്രകൃതിയാണ്. അപരാപ്രകൃതി എന്താണ് എന്ന് 4-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരുന്നു. ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം. അതുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ശരീരം നിർമ്മിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ശരീരത്തിനെ അടിസ്ഥാനമാക്കി നിലനിർത്തുന്ന മറ്റു 3 ഘടകങ്ങൾ കൂടിയുണ്ട്. അത് മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഈ 8 എലിമെൻറ്റ്സ്, ഈ 8 ഘടകങ്ങൾ, ഈ 8 ഘടകങ്ങൾ ചേർന്നതാണ് അപരാപ്രകൃതി എന്ന് പറയുന്നത്. അതെൻ്റെ ഒരു തരത്തിൽ നിൽക്കുന്ന ഒരു രൂപമാണ്. 2-ാമത്തേത് പരാപ്രകൃതി. ഈ ശരീരമടങ്ങുന്ന, ഈ പഞ്ചഭൂതങ്ങളടങ്ങുന്ന, ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള സർവജീവരാശികൾ, സർവ്വതും അടങ്ങുന്ന ജഗത്ത്. ആ ജഗത്തിൻ്റെ രക്ഷകനായിട്ട്, ജഗത്തിനെ സംരക്ഷിച്ച് നിലനിർത്തുന്ന മറ്റൊരു പ്രകൃതി എനിക്കുണ്ട്. അത് പരാപ്രകൃതിയാണ്. ആ പരാപ്രകൃതി ഏറ്റവും ശ്രേഷ്ഠവും എന്നാൽ അപരാപ്രകൃതി നികൃഷ്ടവുമാണ്. ഇതിനെ രണ്ടിനെയും വേർതിരിച്ചു മനസ്സിലാക്കുവാനുള്ള കഴിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിൽ മാത്രമല്ല, നമ്മുടെയും പ്രകൃതി ഇത് തന്നെയാണ്. നമുക്കും 2 പ്രകൃതിയുണ്ട്. നമ്മൾ ഓരോരുത്തർക്കും 2 പ്രകൃതിയുണ്ട്. അത് അപരാപ്രകൃതി എന്ന് പറയുന്ന ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം എന്നീ 8 ഘടകങ്ങൾ ചേർന്ന അപരാപ്രകൃതിയും, അതുപോലെ തന്നെ ആ അപരാപ്രകൃതിക്ക് താങ്ങായിട്ട് അപരാപ്രകൃതിയെ സംരക്ഷിച്ച് നിലനിർത്തുന്ന, അപരാപ്രകൃതിയുടെ ഉത്ഭവത്തിന്, നിത്യതയ്ക്ക്, നശ്വരതയ്ക്ക്, എല്ലാത്തിനും ഹേതുവാകുകയും എന്നാൽ നിർഗുണമായിട്ട് നിലനിൽക്കുകയും ഒന്നിലും സ്പർശിക്കാതെ, എങ്ങനെയാണോ ചെളിയിൽ വളരുന്ന താമര ആ ചെളിയെ സ്പർശിക്കാതെ നിലനിൽക്കുന്നത്, ആ വിധത്തിൽ നിലനിൽക്കുന്ന നമ്മുടെ പരമാത്മാ തത്വത്തിൽ ലയിച്ചിരിക്കുന്ന ജീവാത്മാവ്, ആ ജീവാത്മാവാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പരാപ്രകൃതി. നാം എപ്പോഴും അബദ്ധജടിലമായ തരത്തിൽ
മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ രണ്ട് പ്രകൃതിയെയും, നമുക്കുള്ള ഈ രണ്ട് പ്രകൃതിയെയും വേർതിരിച്ചു മനസ്സിലാക്കുവാനുള്ള കഴിവില്ലായ്മയാണ്. ഈ രണ്ട് പ്രകൃതിയെയും വേർതിരിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഒരു വ്യക്തിക്ക് മോക്ഷതലത്തിലേക്ക് ഉയരുവാൻ സാധിക്കുകയുള്ളൂ. നമ്മളെ മോക്ഷപദത്തിലേക്ക് ഉയർത്തുവാൻ വേണ്ടുന്ന പ്രേരണ നൽകുന്നൊരറിവ്, ആ അറിവ് ഈ പരാപ്രകൃതിയെയും അപരാപ്രകൃതിയെയും വേർതിരിച്ചറിയുക എന്നുള്ളതാണ് ആ അറിവ്. ആ അറിവ് നേടിയാൽ പിന്നെ യഥാർത്ഥത്തിൽ നമ്മൾ ഈശ്വരീയ തലത്തിലേക്ക് നമുക്ക് ഉയരുവാൻ സാധിക്കും. സഗുണമായ അവസ്ഥയിൽ നിന്ന് നിർഗുണമായ അവസ്ഥയിലേക്ക് എത്തുവാൻ സാധിക്കും. എല്ലാം ചെയ്യുന്നു എങ്കിലും ഒന്നും ചെയ്യുന്നില്ല എന്ന ഭാവത്തോടെ എല്ലാം ചെയ്യുവാനുള്ള ഒരു ആർജവം, ഒരു ശക്തി അതുവഴി നമുക്ക് ലഭ്യമാകും. ഇതാണ് 5-ാമത്തെ ശ്ലോകത്തിൽ, ആ ശ്ലോകത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഭഗവാന്റെ പ്രകൃതി മാത്രമല്ല, നമ്മുടെയും പ്രകൃതി ഇതൊക്കെ തന്നെയാണ്. ഇവിടെ 6-ാമത്തെ ശ്ലോകം, ഏതത് യോനീനി ഭൂതാനി സർവാണീത്യുപധാരയ അഹം കൃഷ്ണസ്യ ജഗത പ്രഭവ പ്രളയസ്തധാം. അപ്പോൾ സർവജീവരാശികളും ഈ രണ്ടു വിധത്തിലുള്ള പ്രകൃതികളിൽ നിന്ന് ഉണ്ടായതാണ്. അപരാപ്രകൃതിയിൽ നിന്നും പരാപ്രകൃതിയിലൂടെയും. അപരാപ്രകൃതി മാത്രമുണ്ടായി എന്ന് പറഞ്ഞാൽ ജീവരാശികളൊന്നും ജീവൽസുറ്റതായിട്ട് നിലനിൽക്കില്ല. ഒരമ്മയുടെ ഉദരത്തിൽ ആ ബീജം ഭ്രൂണമായി, കയ്യായി, കാലായി, കണ്ണായി, മൂക്കായി, വായായി, വയറായി, ഒരു മാംസപിണ്ഡം കണക്കേ അത് വളരുന്നു. പക്ഷേ അതും കേവലം മാംസപിണ്ഡമായി വളർന്നാൽ മാത്രം പോരാ, അതിനുള്ളിൽ ജീവൻ്റെ തുടിപ്പുണ്ടാവണം. ഒരു വൈദ്യുതി ഉപകരണം അത് നിർമ്മിച്ച് വെച്ചാൽ മാത്രം പോരാ, ആ വൈദ്യുതി ഉപകരണത്തിൻ്റെ പ്രവർത്തനത്തിന് ഹേതുവായി ഭവിക്കേണ്ടതായിട്ടുള്ള വൈദ്യുതിയെ അതിനുള്ളിലേക്ക് കടത്തിവിടണം. അതുപോലെ ഈ അപരാപ്രകൃതിയടങ്ങുന്ന ഒന്നിനെ ജീവൽസുറ്റതാക്കാൻ പരാപ്രകൃതി അനിവാര്യമാണ്. ഈ പരാപ്രകൃതിയാണ് യഥാർത്ഥത്തിൽ താൻ. അപരാപ്രകൃതി അത് ജഡാത്മകമാണ്, നിത്യമായുള്ളതല്ല, സത്യമായുള്ളതല്ല, ശാശ്വതമായിട്ടുള്ളതല്ല, സനാതനമായിട്ടുള്ളതല്ല. മറിച്ച് അതിനെ ജീവൽസുറ്റതാക്കി നിലനിർത്തുന്ന ആ ജീവൻ്റെ തുടിപ്പ്, അതാണ് യഥാർത്ഥത്തിൽ ആ ജഡാത്മകമായ ശരീരത്തെ പ്രസന്നമായി മാറ്റുന്നത്, പ്രകാശപൂരിതമാക്കുന്നത്, ചൈതന്യവത്താക്കി മാറ്റുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ മാത്രമേ ഒരു ജീവരാശിക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ ഇവിടെ പറയുകയാണ് സർവജീവരാശിയും ഉണ്ടായത് എവിടെ നിന്നാണ്? ഈ രണ്ട് പ്രകൃതിയിൽ നിന്നാണ്. കേവലം രണ്ടാമത്തെ പരാപ്രകൃതി മാത്രം മതിയോ? പോരാ, അപരാപ്രകൃതിയും വേണം. പക്ഷേ അപരാപ്രകൃതിയെ നാം അറിയുന്നു, പരാപ്രകൃതിയെ അറിയുന്നില്ല. പരാപ്രകൃതിക്കനുസരിച്ചുണ്ടായ ഈ ശരീരത്തിന് പ്രവർത്തിക്കുവാൻ കാരണമായി തീർന്നിട്ടുള്ളത് പരാപ്രകൃതിയാണ്. അപരാപ്രകൃതിക്ക് നിലനിൽക്കുവാൻ,
അപരാപ്രകൃതിയിലൂടെ നിർമ്മിക്കപ്പെട്ട ഈ ശരീരത്തിന് നിലനിൽക്കുവാൻ, പ്രവർത്തിക്കുവാൻ, മുന്നോട്ട് പോകുവാൻ, ഉണരുവാൻ, ഉയരുവാൻ പരാപ്രകൃതി കൂടെ ഇല്ലാതെ സാധ്യമല്ല. അപ്പോൾ പരാപ്രകൃതി മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോരാ. അപരാപ്രകൃതി മാത്രം മതിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും പോരാ. ഈ പരാപ്രകൃതിയും അപരാപ്രകൃതിയും ഒരുമിച്ച് ചേരുമ്പോഴാണ് ഒരു ശരീരം ജീവൽസുറ്റതായി മാറുന്നത്. ആ ജീവൽസുറ്റതായിട്ടുള്ള ശരീരത്തിനു മാത്രമേ അതിൻ്റേതായിട്ടുള്ള നിയോഗമനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് മോക്ഷതലത്തിലേക്ക്, അല്ലെങ്കിൽ മുക്തി എന്ന തലത്തിലേക്ക്, അല്ലെങ്കിൽ സമാധിസ്ഥമായിട്ടുള്ള തലത്തിലേക്ക്, അല്ലെങ്കിൽ ഈശ്വരനാണ് ഞാൻ എന്ന പരമമായ അറിവിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, സർവ്വജീവരാശിയും ഈ രണ്ട് പ്രകൃതികളിൽ നിന്ന് ഉണ്ടായതാണ്. അങ്ങനെ ഞാൻ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉത്ഭവസ്ഥാനവും ലയസ്ഥാനവുമാകുന്നു. അങ്ങനെ ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉത്ഭവസ്ഥാനവും ലയസ്ഥാനവുമായി ഞാൻ മാറുന്നു എന്ന് പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലെ ഓരോന്നിൻ്റെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ചൈതന്യമായി മാറുന്നു. ആ ചൈതന്യമാണ് അത് ഉത്ഭവത്തിനും ലയത്തിനും ഒക്കെ കാരണമാകുന്നത്. ആ ചൈതന്യം പരാപ്രകൃതിയിലടങ്ങുന്ന, പരാപ്രകൃതിയിലൂടെ നിർമ്മിക്കപ്പെട്ട ശരീരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഉത്ഭവിക്കുന്നു. പരാപ്രകൃതി നിമിത്തമുണ്ടായ ആ ശരീരത്തിൽ നിന്ന് വേർപെടുമ്പോൾ അത് ലയത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇവിടെ ഉത്ഭവവും ലയവും ആണുള്ളത്. ലയിക്കുക എന്ന് പറയുന്നത് അലിഞ്ഞു ചേരുക എന്നുള്ളതാണ്. അവിടെ ഇല്ലാതാകുന്നു എന്നുള്ളതില്ല. അപ്പോൾ ഇതാണ് ഈ സർവ്വജീവരാശിയുടെയും ഉത്ഭവത്തിനും ലയത്തിനും കാരണമായി നിൽക്കുന്നത്. അത് ഈ പരാപ്രകൃതിയാണ്. ഉപകരണങ്ങൾ, വൈദ്യുതി ഉപകരണങ്ങൾ എപ്രകാരമാണോ പ്രവർത്തിക്കേണ്ടത്, അത് അതിൻ്റേതായ രീതിയിൽ പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് ഏകമായിട്ടുള്ള വൈദ്യുതിയാണ്. ഫാനിലും അതുപോലെ തന്നെ ലൈറ്റിലും ഗ്രൈൻഡറിലും ഫ്രിഡ്ജിലും വാഷിംഗ് മെഷീനിലും എല്ലാത്തിലും ഒരേ പരാപ്രകൃതിയാകുന്ന വൈദ്യുതി, ഒരേ പരാപ്രകൃതിയാകുന്ന വൈദ്യുതി അതിനകത്തേക്ക് കടത്തിവിടുമ്പോഴാണ് ഈ ഉപകരണങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനം, ആ പ്രവൃത്തിയുടെ വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങൾ അതെല്ലാം നേടിത്തരുന്നത് ഒരേ വൈദ്യുതി കടത്തിവിടുമ്പോഴാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഞാൻ എന്ന് പറയുന്നത് ജീവസ്വരൂപമായി നിലനിൽക്കുന്ന ജീവാത്മാവ്, പരമാത്മാവിൻ്റെ ഭാഗമായിട്ടുള്ള ജീവാത്മാവ്. അത് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ, കേവലം ജീവികളുടെ മാത്രം കാര്യമല്ല, സർവ്വവസ്തുക്കളുടെയും, ആ സർവ്വവസ്തുക്കളുടെയും ഉത്ഭവത്തിനും ലയത്തിനും കാരണമായി നിലനിൽക്കുന്നത് ഞാൻ തന്നെയാണ്. ഇതാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാകുന്നത്. നമസ്തേ.